الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وقال الله أيضا: بسم الله الرحمن الرحيم. فأولى لهم طاعة وقول معروف فإذا عزم الأمر فلو صدقوا الله لكان خيرا لهم. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങൾ, സഹോദരിമാരെ, വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതം ഏതേത് മേഖലകളിലാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള തഖ്വാബോധം നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. ജീവിതത്തിൽ എപ്പോഴാണെന്നറിയാത്ത മരണവുമായിട്ടാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മയായിരിക്കണം ഏറ്റവും അധികമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും ആ മരണത്തിന് അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാൻ്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമം അതായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി മുറുകെ പിടിക്കേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. രണ്ട് മൂന്ന് മാസങ്ങളിലായി നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയത്തിൻ്റെ സമാപനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് 2-3 ഖുതുബകൾ കൂടി നിർവഹിക്കുന്നതോടുകൂടി അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അസ്ഥിവാരമിടുന്ന കുടുംബം, അതിൻ്റെ അടിത്തറ സുദൃഢമായ ഒരു കരാറിലൂടെ ഉണ്ടാകുന്നതാണ് എന്ന് നമുക്കറിയാം. നിക്കാഹ് എന്ന് പറയുന്ന പ്രായപൂർത്തിയെത്തിയ ഒരു പുരുഷന്റെയും തൻ്റെ രക്ഷകർത്തൃത്വത്തിൻ്റെ കീഴിൽ താൻ പോറ്റി വളർത്തിയ
പ്രായപൂർത്തിയെത്തിയ ഒരു സ്ത്രീക്ക് വേണ്ടി വലിയ നടത്തി കൊടുക്കുന്ന സുദൃഢമായ ഒരു കരാറാണ് കുടുംബത്തിൻ്റെ അടിത്തറ പാകുന്നത് എന്ന് നമുക്കറിയാം. അക്കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അതിൻ്റെ 4-ാമത്തെ അധ്യായം സൂറ അൻ-നിസായിലെ 20-ാമത്തെയും 21-ാമത്തെയും വചനത്തിലൂടെ പറയുന്നുണ്ട്. നിങ്ങളൊരു കൂമ്പാരം സ്വർണം അവർക്ക് മഹറായി കൊടുത്താലും ശരി, നിങ്ങൾക്ക് പരസ്പരം ഒത്തൊരുമിച്ച് പോകാൻ കഴിയുന്നില്ല, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കേണ്ടതായ ഒരു അവസ്ഥ വന്നാൽ അവളിൽ നിന്ന് നിങ്ങൾ യാതൊന്നും തിരിച്ചു വാങ്ങരുത് കേട്ടോ. എത്ര മാന്യമാണ് സ്ത്രീകളോടുള്ള ഇസ്ലാമിന്റെ സമീപനമെന്ന് ആ പറയപ്പെടുന്ന 20-ാമത്തെ ആയത്തിലുണ്ട്. കിൻത്വാറൻ എന്ന പ്രയോഗമാണ് ഖുർആൻ അവിടെ നടത്തിയത്. ഒരു കൂമ്പാരം സ്വർണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങൾ തിരിച്ചു വാങ്ങാനാണ്, തിരിച്ചെടുക്കാനാണ്, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് തിരിച്ചു ചോദിക്കും, തിരിച്ചു തന്നാലും നിങ്ങൾ എങ്ങനെ അത് എടുക്കും? കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നായി ഒട്ടിച്ചേർന്നതല്ലേ. ഖുർആൻ ഉപയോഗിച്ച പദം അതാണ്. ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ ജീവിച്ച സന്ദർഭത്തിൽ ജിമാഇ എന്ന് പറയുന്ന ശാരീരിക ബന്ധത്തിലൂടെ നിങ്ങൾ ഒട്ടിച്ചേർന്നതാണ്. നിങ്ങൾ പരസ്പരം എല്ലാം പങ്കുവെച്ച് നിങ്ങൾ ഒന്നായി തീർന്നതല്ലേ. അങ്ങനെ തീർന്ന നിങ്ങളുടെ ദാമ്പത്യത്തിൽ എവിടെയോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചാൽ അവൾക്ക് വിവാഹ സമ്മാനമായി നൽകിയ ആ മഹറിനെ എങ്ങനെ നിങ്ങൾ തിരിച്ചെടുക്കും എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അവളെ നിങ്ങൾ ചേർത്തതാണ്, നിങ്ങൾ സംരക്ഷിച്ചതാണ്, നിങ്ങൾ ഏറ്റെടുത്തതാണ്. അവളുടെ വഴിയിൽ നിന്ന് നിങ്ങളാണ് എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത്, സുദൃഢമായ പവിത്രമായ ബലവത്തായ ഒരു കരാറിലൂടെ നിങ്ങൾ അവളെ എടുത്തതല്ലേ. അങ്ങനെ എടുത്തപ്പോൾ നിങ്ങൾ കൊടുത്തത് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ അത് ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചു വാങ്ങുന്നത് എങ്ങനെ എന്ന് ഖുർആൻ ചോദിക്കാം. അപ്പോൾ സുദൃഢമായ ഒരു കരാറിലൂടെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ പലരും പറയാറുണ്ട് ഇമ്പം ഉണ്ടാകുന്നതാണ്. അത് ഈ കരാറിലൂടെ നമ്മൾ പാകപ്പെടുത്തി അടിത്തറ പാകി നമ്മൾ ഉണ്ടാക്കുന്ന ഈ സംവിധാനത്തെ അതിൻ്റെ നാനാഭാഗത്ത് നിൽക്കുന്നവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം എന്ന് ഇസ്ലാം നമ്മളോട് പറയുന്നു. ബന്ധങ്ങളെ ഇത്രയേറെ പവിത്രമായി ഇത്രയേറെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച ഒരു മതവും ഒരു പക്ഷേ ഒരു പ്രത്യയശാസ്ത്രവും ലോകത്ത് വേറെ ഉണ്ടാകില്ല. നിങ്ങൾ മാത്രമല്ല, ഞാനും എൻ്റെ കെട്ടിയോടും 2 കുട്ടിയോടും എന്ന് പറയുന്ന ഒരു ശൈലി ഇസ്ലാമിനില്ല. മറിച്ച് അതിൻ്റെ നാനാഭാഗത്ത് നിൽക്കുന്നവരെയും നിങ്ങൾ ചേർത്ത് പിടിച്ചേ പറ്റൂ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനസമൂഹമേ, ഇന്നാ അല്ലദീ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ തഖ്വ ചെയ്യേണ്ടത്. ആരാണവൻ? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ പടച്ചവനാണവൻ. ഒറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. തീർച്ചയായും വഖലഖ മിൻഹാ സൗജഹാ, അതേ ആത്മാവിൽ നിന്ന് തന്നെ അവയുടെ ഇണയെയും പടച്ചവനാണവൻ, ഇണയെയും സൃഷ്ടിച്ചവനാണവൻ. അതുകൊണ്ട് വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ പടയ്ക്കപ്പെട്ട ഇണകളിൽ നിന്ന് വ്യാപിപ്പിക്കപ്പെട്ടതാണ് ഈ ഭൂമി ലോകത്ത് കാണുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാരും. സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു കാലം
മൃഗങ്ങളുടെ പോലെയുള്ള ആത്മാവല്ലേ എന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു കാലം, സ്ത്രീകൾക്ക് ആത്മാവേ ഇല്ല എന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു കാലം, അങ്ങനെ വേദഗ്രന്ഥങ്ങളും വിശ്വാസങ്ങളും രൂപപ്പെട്ടിരുന്ന മക്ക കാലഘട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ല, ഒരാത്മാവിന് ഒരു ആണിന് ഒരു പുരുഷന് എങ്ങനെയാണോ ആത്മാവ് അല്ലാഹു തആല നിശ്ചയിക്കുകയും നിർണയിച്ചു കൊടുക്കുകയും ചെയ്തത്, അതേ ആത്മാവിൽ നിന്ന് തന്നെയാണ് സ്ത്രീയെയും അല്ലാഹു തആല പടച്ചത്. രണ്ടുപേർക്കുമുള്ള ബാധ്യതയാണ് അല്ലാഹുവിനോടുള്ള തഖ്വ. രണ്ടുപേരും ഒന്നായി ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഈ ഭൂമി ലോകത്ത് പരത്തപ്പെട്ട, ഈ ഭൂമി ലോകത്ത് വിതറപ്പെട്ട ആൺ പെൺ എന്ന് പറയുന്ന ഈ രണ്ടു വർഗം ഒരേ ആത്മാവിൽ നിന്ന്, ഒരേ സത്തയാകുന്ന ആത്മാവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചുണ്ടാക്കിയ ആൺ പെൺ എന്ന് പറയുന്ന അവരിൽ നിന്നുണ്ടാക്കപ്പെട്ടതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് തുടർന്ന് പറഞ്ഞു, വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹുവിനെയാണ് എപ്പോഴും ജീവിതത്തിൽ ഏറ്റവും സൂക്ഷ്മതയുണ്ടാകേണ്ടത്. അവനെക്കുറിച്ചുള്ള ഓർമ്മയായിരിക്കണം, നിതാന്ത ജാഗ്രതയോടെയുള്ള ഓർമ്മയായിരിക്കണം എപ്പോഴും നിങ്ങൾക്കുണ്ടാകേണ്ടത്. സ്ത്രീയായാലും പുരുഷനായാലും അല്ലാഹുവിനുള്ള തഖ്വ എന്ന് പറയുന്ന ആ ഉന്നതമായ പാഥേയം നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ ചേർത്ത് വെച്ചിട്ട് വേണം നിങ്ങളൊന്നായി തീർന്ന് നിങ്ങളായിട്ട് വളർത്തുന്ന, നിങ്ങളായിട്ട് നിലനിർത്തുന്ന, നമ്മളായിട്ട് പരിപോഷിപ്പിക്കുന്ന കുടുംബം, അതിന്റെ ഉള്ളറകളിൽ ഏറ്റവും ശക്തമായിട്ടുണ്ടാകേണ്ടത് തഖ്വയാണ് എന്ന സൂചന അല്ലാഹു തആല ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തസാഅലൂന ബിഹി, നിങ്ങളുടെ റബ്ബാരാണ്. ഏതൊരു റബ്ബിനെ മുൻനിർത്തിയിട്ടാണോ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്, ആ റബ്ബിനാണ് നിങ്ങൾ എപ്പോഴും തഖ്വ നിലനിർത്തേണ്ടത്. നമുക്കറിയാം, നമ്മുടെ പ്രയാസങ്ങള്, നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ രോഗങ്ങള് പലപ്പോഴും നമ്മൾ സഹായത്തിനു വേണ്ടി ചോദിക്കുന്നത് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ്, അല്ലെ? ഒരു രോഗിയായ ഒരാള് നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ജുമാ നമസ്കാരത്തിന്റെ സലാം വീട്ടിയതിനു ശേഷം എഴുന്നേറ്റ് നിന്നിട്ട് എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ ആളുടെ ആവശ്യത്തെ നമ്മൾ പരിഗണിക്കുന്നത് അവൻ നമ്മുടെ സഹോദരനാണ്. കാരണം അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച, ഏതൊരു അള്ളാഹുവിലാണോ ഞാൻ വിശ്വസിക്കുന്നത്, ഏതൊരു അള്ളാഹുവിലാണോ ഞാൻ തഖ്വ കൈക്കൊള്ളുന്നത്, അതേപോലെ വിശ്വാസമുള്ള തഖ്വയുള്ള ഒരു സഹോദരനാണ്. അങ്ങനെ നമ്മൾ പരസ്പരം അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് നമ്മുടെ പല ആവശ്യങ്ങളും ചോദിക്കുന്നത്. ആ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്ന അതേപോലെ തന്നെ അല്ലാഹു തആല ചേർത്ത് പറഞ്ഞു വൽ അർഹാമ. രണ്ടാമത് നമ്മൾ ചോദിക്കുന്നത് കുടുംബ ബന്ധത്തെ മുൻനിർത്തിയിട്ടാണ്, രക്തബന്ധത്തെ മുൻനിർത്തിയിട്ടാണ്, അല്ലെ? നമ്മളൊരു പരീക്ഷണത്തിൽ പെട്ടുപോയാൽ, നമ്മളൊരു പ്രയാസത്തിൽ അകപ്പെട്ടു പോയാൽ, പിന്നെ നമ്മൾ തേടുന്ന നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ബന്ധുമിത്രാദികളെ, രക്തബന്ധുക്കളെയാണ്. നീ തീർച്ചയായും എന്നെ ഒന്ന് സഹായിക്കണം, നീ എന്നോടൊപ്പം ഒരല്പ ദിവസങ്ങൾ കഴിച്ചു കൂട്ടണം, നമ്മൾ രക്തബന്ധമുള്ളവരല്ലേ, നമ്മൾ കുടുംബ ബന്ധമുള്ളവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മുകളെ ചേർത്ത് വെച്ചിട്ടാണ് നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ, അള്ളാഹുവിനോട് തഖ്വ നിലനിർത്തുന്നത് പോലെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അതിന്റെ ബാധ്യതകളും നിർവഹിക്കുന്നത് പോലെ നിങ്ങൾ നിർവഹിക്കണം ഈ രക്തബന്ധങ്ങളെയും എന്നാണ് അല്ലാഹു തആല ചേർത്ത് പറയുന്നത്. കാലം വളരും തോറും വർത്തമാനകാല ലോകത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മളെവിടെയോ ഒക്കെ ഉപേക്ഷിച്ചു പോയ നമ്മുടെ കുടുംബ ബന്ധത്തെ നമ്മുടെ ഹൃദയഭിത്തിയിലേക്ക് ചേർത്ത് നമ്മുടെ ജീവിതത്തിന്റെ പാഥേയമായി നമ്മൾ അണച്ചു പിടിക്കേണ്ട തഖ്വ, ആ തഖ്വയോട് ചേർത്തിട്ട് അല്ലാഹു തആല പറഞ്ഞ ബന്ധമാണ് രക്തബന്ധങ്ങളെന്ന് നമ്മൾ വിസ്മരിക്കരുത്. ആ കുടുംബം എന്ന് പറയുന്നതിൽ ആ ബന്ധത്തിന് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്ന പവിത്രത, അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം, അത് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും നേടിക്കളയാം സ്വർഗം എന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. അത് മൂഢന്മാരുടെ വിചാരം മാത്രമായിരിക്കും. ഖുർആൻ അതിനെ ചേർത്ത് പറഞ്ഞത് അള്ളാഹുവിന്റെ തഖ്വാബോധത്തിലേക്കാണ്. ആ ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണോ നിങ്ങൾ പരസ്പരം ഏകോദര സഹോദരങ്ങളായി മാറിയത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന് പറയുന്ന ഒരു സാഹോദര്യത്തിലേക്ക് വന്നത്, അതുപോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്.
നിങ്ങളുടെ രക്തബന്ധങ്ങളെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. നമുക്കറിയാം, നമുക്കറിയാം 4-ാമത്തെ അധ്യായം സൂറ അൻ-നിസാ 1-ാമത്തെ വചനമാണ്. അല്ലാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാം റഖീബ, എല്ലാം അല്ലാഹു തആല അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിപ്പിച്ചത്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, അർറഹീം മുഅല്ലഖത്തുൻ ബിൽ അർശ്. കുടുംബ ബന്ധം, രക്തബന്ധം അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അർശുമായിട്ടാണ്. അതിന് അല്ലാഹു തആല കെട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ത്വലാഖുമായി ബന്ധപ്പെട്ടിട്ട് സ്വഹീഹായ ഹദീസുകളിൽ വരപ്പെട്ടതല്ലെങ്കിലും ചില ആളുകളെ ഒരു ത്വലാഖ് ഭൂമിയിൽ നടക്കുമ്പോൾ അർശ് കുലുങ്ങുന്നു എന്ന് ആലങ്കാരികമായി പറയാറുണ്ട്. ബന്ധങ്ങൾ അല്ലാഹു തആല അർശുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ റസൂൽ കൃത്യമായി പറയുകയാണ്. എല്ലാ ഹദീസിലെ ഗ്രന്ഥങ്ങളിലും, ബുഖാരി മുസ്ലിം ഉൾപ്പെടെയുള്ള ഹദീസിലെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു, അർറഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്. അർശിനോട് ബന്ധിപ്പിക്കപ്പെട്ടതാണ് രക്തബന്ധം എന്ന് പറയുന്നത്. തഖൂലു, ആരോടാ പറയുന്നത്? പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയോടാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നീ പറഞ്ഞു കൊടുത്തോ, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. ആര് ആ റഹിമിനെ, ആ രക്തബന്ധത്തെയും കുടുംബ ബന്ധത്തെയും ആര് ചേർക്കുന്നുവോ അവനുമായി അല്ലാഹു ചേരും. അവനോടാണ് അല്ലാഹു ബന്ധപ്പെടുക, അവനെയാണ് അല്ലാഹു ചേർത്ത് പിടിക്കുക, അവനുമായിട്ടാണ് അല്ലാഹുവിന്റെയും ബന്ധം ഉണ്ടാവുക. വമൻ ഖതഅഹു, ആര് അതിനെ മുറിച്ചു കളയുന്നുവോ, ആര് അത് പിച്ചു ചിന്തി കളയുന്നുവോ, തീർച്ചയായും ഖതഅഹുല്ലാഹ്, അവനുമായിട്ടുള്ള ബന്ധം അല്ലാഹു മുറിച്ചു കളയുന്നതാണ്. അപ്പോ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട ഈ കുടുംബ ബന്ധങ്ങളെ അതിൻ്റെതായ അവസ്ഥയിൽ കാത്തു സൂക്ഷിക്കാതെ നമുക്ക് രക്ഷ പ്രാപിച്ച് കളയാമെന്ന് കഴിയില്ല. അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മളുടെ ഇടയിൽ പലപ്പോഴും ഉണ്ട് ഒരു ധാരണ. എന്താണ്? ഇങ്ങോട്ട് ബന്ധം പുലർത്തുന്നവരോട് അങ്ങോട്ട് ബന്ധം പുലർത്തും, ഇങ്ങോട്ട് ചേർച്ച വെക്കുന്നവരോട് നമ്മൾ അങ്ങോട്ട് ചർച്ച അല്ലെങ്കിൽ ആ ചേർച്ചയുടെ ബന്ധം നിലനിർത്തുന്ന അവസ്ഥ അല്ല. പിന്നെ പ്രത്യുപകാരമായിട്ട് എന്നെ സഹായിച്ചവരോ ഞാൻ സഹായിക്കും, അവരുമായിട്ട് ഞാൻ ബന്ധം പുലർത്തും. ഇതൊന്നുമല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നിനക്ക് ബന്ധമുണ്ടോ, നിന്റെ പരലോകത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ടോ, ആ പരലോകത്തെ കുറിച്ച് നിനക്ക് ഭയമുണ്ടോ, നീ ബന്ധം ചാർത്തിയത് അല്ലെ? അത്രയല്ലേ അല്ല, അങ്ങനെയല്ലേ ഇസ്ലാം പറയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ, സഹാബാക്കളുടെ കാലഘട്ടമല്ല. അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്താൽ അവരപ്പോൾ തന്നെ തിരുത്താൻ തയ്യാറാണ്. നമ്മള് കാനേഷുമാരും മാപ്പിളമാരാണ് നമ്മുടെ കുറെ കുടുംബാംഗങ്ങള് അല്ലെ. ദീനുമായിട്ടൊരു ബന്ധമില്ല, ദീനിനോടൊരു സ്നേഹമോ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളോ അത്തരം വിഷയങ്ങളോ അവർക്ക് ബാധകമല്ല. പിന്നെ കുറെ ആളുകൾ എന്താണ്, പിന്നെ കുറെ ആളുകള് അവര് ദീൻ അങ്ങോട്ട് മുറുകിയിട്ട് നമ്മളങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇനി അവരായിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റില്ല, അവരൊന്നും ശരിയല്ല. നമ്മുടെ താടി നീളുന്നതിനനുസരിച്ചോ നമ്മുടെ നമുക്ക് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടു നടക്കാം. പക്ഷെ കൊണ്ടു നടക്കുമ്പോൾ അത് പരലോകത്തിന് വേണ്ടിയാണോ, മരണാനന്തര ജീവിതത്തിന് വേണ്ടിയാണോ, നമ്മുടെ മോക്ഷമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇസ്ലാം പറഞ്ഞ എല്ലാ ഭാഗവും, ഒരാളുടെ താടി നീളുന്നതിന് കുഴപ്പമില്ല, അയാളുടെ വസ്ത്രധാരണ രീതിയുടെ കോഡ് മാറുന്നതിന് കുഴപ്പമില്ല, അത് അയാളുടെ വിഷയമാണ്. അതിൽ മാത്രമാണ് ഇസ്ലാം എന്നയാൾ പറയാതിരുന്നാൽ മതി. പക്ഷേ ഇങ്ങനെ നമ്മൾ അങ്ങനെ മാറുമ്പോഴേക്കും ഇസ്ലാം പറഞ്ഞ മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കണേ ഇനി അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല, ഇനി അവരുമായിട്ട് നമുക്ക് അങ്ങനെ ആ കുടുംബ ബന്ധമൊന്നും നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊന്നും എൻ്റെ ഈമാനിനെ ബാധിക്കുന്നതാണ്, എൻ്റെ ഇസ്ലാമിനെ ബാധിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നവരുമുണ്ട്. ശരിയല്ല. ഇസ്ലാം എന്താണ് നമ്മളോട് പറഞ്ഞത്, ആ പറഞ്ഞത് നമ്മൾ ചേർത്ത് പിടിക്കുകയും ആ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ച് പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. നമ്മളായിട്ടൊരു ഇസ്ലാമിനെ പുതുതായിട്ട് ഉണ്ടാക്കരുത്.
സാന്ദർഭികമായി ഞാനത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ ആലോചിച്ചു നോക്കേ, മഹാനായ പ്രവാചക തിരുമേനിയിൽ നിന്ന് പറയുകയാണ്, ലൈസൽ വാസിൽ ബിൽ മുകാഫി, എന്തെങ്കിലും ഉപകാരം ചെയ്തവനുമായിട്ട് ബന്ധം പുലർത്താം എന്ന് പറയുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. എന്തെങ്കിലും ഉപകാരം നമുക്ക് ചെയ്തു തന്നു, അതുകൊണ്ട് ഇനി അയാൾ എനിക്ക് വലിയൊരു ഉപകാരം ചെയ്താണ്, അതുകൊണ്ടൊരു പ്രത്യുപകാരമായിട്ട് അയാളുമായി ഞാൻ നല്ലൊരു ബന്ധം പുലർത്തി കളയാം എന്ന് തീരുമാനിക്കുന്നതല്ല കുടുംബ ബന്ധം. പ്രവാചക തിരുമേനി പറയണേ, മറിച്ച് വലാകിന്നൽ വാസില അല്ലദീ ഇദാ ഖതഅത റഹിമഹു വസലഹ, മറിച്ച് ഒരാൾ ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചു, ഇങ്ങോട്ട് ബന്ധം മുറിച്ചു കളഞ്ഞു, എങ്കിലും നമ്മൾ അങ്ങോട്ട് ബന്ധം ചേർക്കുന്നതാണ് യഥാർത്ഥ കുടുംബ ബന്ധം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമാണ് ഇസ്ലാമിന്റെ നിയമവും നിർദ്ദേശവും നിൽക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും എടുക്കുന്ന തീരുമാനം, ഞാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ, നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഉൾപ്പെടെ, നമ്മുടെ പല തിക്താനുഭവങ്ങളും നമുക്ക് പറയാനുണ്ടാകും. ഞങ്ങൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ വാപ്പമാരുടെ പെട്ടുപോയതായില്ലേ, അതുകൊണ്ട് അക്കാലത്ത് ഞങ്ങളെ ചേർത്ത് പിടിക്കാത്തവരെ ഞങ്ങൾ ബന്ധം ചേർത്തൂല. നമുക്ക് വേണമെങ്കിൽ കാരണം പറയാം. നമ്മൾ പറയുന്ന കാരണം ഒരു പക്ഷെ ഭൗതികമായ ഏതൊരു കോടതിയുടെയോ ഭൗതികമായ ഏതൊരാളുടെ മുന്നിലോ അത് ന്യായവുമാണ് എന്ന് ഒരു പക്ഷെ പറഞ്ഞേക്കാം. പക്ഷെ എനിക്ക് എന്റെ പരലോകം വേണോ, എനിക്കെന്റെ സ്വർഗം വേണോ, എനിക്കെന്റെ റബ്ബുമായിട്ട് ബന്ധം വേണോ, എന്റെ റബ്ബ് എന്നോട് ബന്ധം പുലർത്തണോ? ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ അവരോട്, എന്റെ കുടുംബത്തിൽപ്പെട്ട, എന്റെ രക്തബന്ധത്തിൽപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം ഞാനെല്ലാം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന, എന്നെ ഉപദ്രവിച്ചവരോടും, എന്നെ ദ്രോഹിച്ചവരോടും, എന്നെ പരിഗണിക്കാത്തവരോടും, എന്നെ സംരക്ഷിക്കാത്തവരോടും ഞാൻ ആ ഒരു പ്രത്യുപകാരത്തിന്റെ പേരിലല്ല, എനിക്ക് എന്റെ റബ്ബ് ചേർച്ച, എൻ്റെ റബ്ബ് എന്നെ ചേർത്ത് പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഞാനിതാ ആ ബന്ധങ്ങൾ മുഴുവൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുന്ന, അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു കുടുംബ ബന്ധത്തെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഞാനും നിങ്ങളും നന്നായി മനസ്സിലാക്കിയിട്ട്, വളരെ ചെറിയൊരു ജീവിതം ഉണ്ടാ നമ്മളേക്കാ, ഞാൻ ആരെ പേടിപ്പിക്കില്ല, വളരെ ചെറിയൊരു ജീവിതം, വാശിക്കും ഈഗോക്കും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഹങ്കാരത്തിനും നമ്മൾ പറയുന്ന ഗർവിനൊന്നും ഒരു സ്ഥാനമില്ല, ഈ ദുനിയാവിന് ഒരു സ്ഥാനമില്ല. നമ്മുടെ കയ്യിൽ എന്തോരുണ്ടെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ എന്തെല്ലാം സംഗതിയുടെ ഉടമയും അധിപനുമാണെന്ന് പറഞ്ഞാലും ശരി, ഖുർആനിൽ പ്രയോഗമുണ്ട്, നിന്നിടത്ത് നിന്ന് നീ മറിഞ്ഞു വീണാൽ നിനക്ക് പ്രയോജനം ചെയ്യാത്തതാണോ നിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന എല്ലാം, സമ്പത്താകട്ടെ, അധികാരമാകട്ടെ, സന്താനങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ഇതാ തറദ്ധ, നീ നിന്നിടത്ത് നിന്നത് മറിഞ്ഞു വീണാൽ, ഒന്ന് കെട്ടിമറിഞ്ഞു വീണാൽ നിനക്ക് പ്രയോജനം ചെയ്യാത്തത് ആയി പോകാം. അത്രേ ഉള്ളൂ. വളരെ ചെറിയ ഒരു ജീവിതം, വരാനിരിക്കുന്ന എക്കാലത്തും നിലനിൽക്കുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തോരം റബ്ബിന്റെ മാർഗത്തിൽ താഴണം, എന്തോരം ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം, എത്രത്തോളം ഞാൻ എൻ്റെ എല്ലാ അഹന്തകളെയും, എല്ലാ പൊങ്ങച്ചങ്ങളെയും, എല്ലാ ഈഗോയും ഞാൻ എടുത്ത് താഴേക്ക് വെച്ചിട്ട് റബ്ബിന്റെ മുന്നിലേക്ക് ഞാൻ എത്രത്തോളം വിനയാന്വിതനായി വരണം എന്നാണ് ബന്ധങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അതാണ് വിശ്വാസികൾ തമ്മിലുണ്ടാകട്ടെ, ബന്ധം ഉണ്ടാകട്ടെ കേട്ടോ. ഞാൻ കുടുംബവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കുടുംബ ബന്ധത്തിന് പ്രാധാന്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പം നമ്മളത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കുടുംബ ബന്ധം അങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ട് പോരണം. ഞാൻ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായമാകുന്ന സൂറ അൽ മുഹമ്മദ്, ആ സൂറ മുഹമ്മദിലെ 20-ാമത്തെ ആയത്തിന്റെ അവസാനവും 21-ാമത്തെ ആയത്തുമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. എന്താ വിഷയം? 20-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. മുഫസ്സിറുകൾ പറയുന്നു അത് 21-ാമത്തെ ആയത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടത്, അവർക്കുണ്ടാകേണ്ടത്, മുനാഫിക്കുകൾക്ക് ഇല്ലാത്തതിനെ കുറിച്ച് അവിടെ പറയുന്നത്, കാഫിറുകൾക്ക് ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്, മുശ്രിക്കുകൾക്ക് ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇസ്ലാം അല്ലാത്ത, മുസ്ലിങ്ങളല്ലാത്ത, യഥാർത്ഥ വിശ്വാസികളല്ലാത്തവർക്ക് ഇല്ലാത്ത ഒരു ഗുണമാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത്.
അവർക്ക് ഏറ്റവും അനുയോജ്യമായി ഉണ്ടാകേണ്ടത് ത്വാഅത്തുൻ, അനുസരണമാണ്. വഖൗലുൻ മഅറൂഫുൻ, മാന്യമായ വാക്കുകളാണ്. ഒരു ദാമ്പത്യത്തിന്റെ, ഒരു കുടുംബത്തിന്റെ എല്ലാം എന്താ രണ്ട് വാക്കില് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. ത്വാഅത്തുൻ, ഖൗലുൻ മഅറൂഫ്. ഈ രണ്ടെണ്ണത്തിന്റെ കുറവല്ലേ പ്രിയപ്പെട്ടവർ ഇവിടെ നടക്കുന്ന ഡൈവേഴ്സ് മുഴുവൻ? ഇവിടെ നടക്കുന്ന വിവാഹ ബന്ധങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും സംഗതി ഈ രണ്ട് വാക്കിലുണ്ടാവും. ആ രണ്ട് വാക്കിനെയാണ് ഇസ്ലാം പ്രൊജക്റ്റ് ചെയ്തത്. വിശ്വാസികൾക്ക് വേണ്ടത് കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നിടത്ത് എന്താണ് നമുക്ക് വേണ്ടത്? വിച്ഛേദിക്കപ്പെടാതിരിക്കാൻ ത്വാഅത്ത് വേണം. അല്ലാഹു റസൂലും പറഞ്ഞത് അനുസരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ അല്ല ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടും. ഖൗലുൻ മഅറൂഫ്, കുറ്റങ്ങൾ പറയാനാണെങ്കിൽ 100,000 കുറ്റങ്ങൾ പറയാം. മനുഷ്യന്മാരല്ലേ, എന്ത് നമുക്ക് പറയാം കുറ്റങ്ങൾ പറയാനാണെങ്കിൽ. ആരെയും ഏത് ആളുടെയും കുറ്റങ്ങൾ പറയാനാണെങ്കിൽ എന്തോരം വേണമെങ്കിലും പറയാനുണ്ട്. വിട്ടുകളാ. ഖൗലുൻ മഅറൂഫ്, ഒരാളെ കുറിച്ച് നല്ലത് പറ, മാന്യമായ വാക്ക് പറ, ഉചിതമായ വാക്ക് പറ. അത് പറയാൻ തീരുമാനിച്ചാലോ ബന്ധങ്ങൾ നിലനിൽക്കും, ഒന്നിച്ച് ജീവിക്കാൻ പറ്റും, ചേർത്ത് പിടിക്കാൻ പറ്റും, സമാധാനം കിട്ടും, സ്വസ്ഥമായി നമുക്ക് വേണ്ടി സംരക്ഷിക്കാൻ, നമുക്ക് വേണ്ടി സഹായിക്കാൻ, നമ്മളെ ഏറ്റെടുക്കാൻ നമ്മൾക്ക് വേണ്ടി ഒരു സമൂഹമുണ്ട് എന്ന വലിയൊരു സമാധാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിലോ ഈ രണ്ട് സംഗതികൾ അങ്ങടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ മുനാഫിക്കാവും. മുനാഫിക്കുകളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ ഖുർആൻ പറഞ്ഞത്. ഇങ്ങനെ ഖുർആൻ ആ ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും ഫൈദാ അസമൽ അംർ, ഒരു കാര്യം തീരുമാനിച്ചാലോ, ആ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ ആ തീരുമാനിച്ചതിൽ ഏറ്റവും മാന്യവും ഉചിതവുമായ വാക്കും അനുസരണയോട് കൂടിയുമുള്ളതാണ് വിശ്വാസികൾക്ക് സ്വീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായത്. ഫലൗ സദഖുല്ലാഹ്, അല്ലാഹുവിനോടുള്ള സത്യം അവർ പാലിക്കുകയും ചെയ്യുക. അള്ളാഹുവിനോടുള്ള സത്യം, അള്ളാഹുവുമായിട്ടാണ് കരാറ്, അള്ളാഹുവിന്റെ അർശുമായിട്ടാണ് ബന്ധം, അള്ളാഹുവുമായിട്ടാണ് എനിക്ക് ചേർച്ച വേണ്ടത്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം മുറിക്കാതെ എനിക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള കരാർ, അള്ളാഹുവിനോടുള്ള സത്യം, ഞാനിതാ അത് സത്യപ്പെടുത്തിക്കൊണ്ട് ഞാനത് പാലിക്കുന്നു എന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായത്. ലകാന ഖൈറൻ ലഹും. ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് അതിലാണ് നന്മയുള്ളത്. ഇത് എല്ലാ ഹൈറും അതിലാണുള്ളത്. ക്ലിയർ അല്ലേ വിഷയം? സംഭവം നിങ്ങൾക്ക് വളരെ വ്യക്തമാണല്ലോ. അല്ലാഹു പറഞ്ഞു തന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള എല്ലാ സ്വഭാവ ദൂഷ്യങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അല്ലാഹു പറഞ്ഞ ഏറ്റവും നല്ലതിലേക്ക് നമ്മളിങ്ങാട് കാലെടുത്ത് വെച്ച് പ്രവേശിച്ചാൽ എല്ലാ ബന്ധങ്ങളും ഏറ്റവും നന്നായി നിലനിർത്താൻ പറ്റും. ഏറ്റവും നന്നായി നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിൽക്കും. അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിന്നിട്ട് ദുആ ചെയ്താൽ ആ ദുആഇനൊക്കെ സ്വീകാര്യത കിട്ടും. അല്ലെങ്കിൽ അതൊക്കെ വലിയ പ്രയാസമായി മാറും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ അത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ അതിൻ്റെ ശരിയാം വണ്ണം ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനും ഏറ്റവും നല്ല രൂപത്തിൽ അതിന് ഉത്തരം ചെയ്തുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഇരു കൂട്ടർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ നിർദ്ദേശങ്ങൾ ശരിയാം വണ്ണം പാലിച്ചും യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ചും യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ കണ്ടുമുട്ടുവാനുള്ള പരിശ്രമം എപ്പോഴും നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിക്കണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ബനൂ ഇസ്രായേൽ സമുദായത്തിൻ്റെ ചരിത്രമാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ
പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഞാൻ പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു തകരാറ് അല്ലാഹു തആല പറയുന്നത് അല്ലദീന യൻഖുദൂന അഹദല്ലാഹ് മിൻ ബഅദി മീസാഖിഹി, അള്ളാഹുവുമായിട്ടുള്ള കരാറുകൾക്ക് ശേഷം ആ കരാറുകളെ ലംഘിക്കുന്നവരാണവർ. കരാർ പാലനം വളരെ നിസ്സാരതയോടുകൂടി കാണുന്ന, അള്ളാഹുവുമായിട്ട് കരാർ ചെയ്താൽ പോലും ആ കരാറുകളെ പാലിക്കാതെ പോകുന്ന നിക്കാഹൊക്കെ അതിൽപ്പെടും കേട്ടോ. നിക്കാഹിന്റെ കരാറൊക്കെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി, അതിനാണല്ലോ 2 സാക്ഷികൾ വേണമെന്ന് പറയുന്നത്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മൾ എടുക്കുന്നതാണ്. ആ കരാറുകളെയൊക്കെ അതിൻ്റെ ഗൗരവത്തോടു കൂടി കാണാതെ കടതമാശയായിട്ട് നമ്മൾ കണ്ട് ദീനിനെ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായാൽ അതൊക്കെ അള്ളാഹുമായിട്ടുള്ള കരാറിനെ ലംഘിക്കുന്നതിൻ്റെ പട്ടികയിലാണ് വരിക. അതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞു, തീർച്ചയായും അൻയൂസല, അള്ളാഹു തആല ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെയെല്ലാം മുറിച്ചു കളയുന്നതാണ്. രണ്ടാമത്തെ അവരുടെ പ്രശ്നമാണ്. ഒന്ന്, കരാറുകളെ അവർ ലംഘിക്കുന്നു. 2, അള്ളാഹ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെയെല്ലാം മുറിക്കുന്നു. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നു. ഉലൈക ഹുമുൽ ഖാസിറൂൻ, തീർച്ചയായും അവർ നഷ്ടകാരികളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് 2-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വചനം നമുക്കറിയാം, അൽ ബഖറയിൽ. ഇത് നമ്മുടെ ഇടയിലേക്കും വന്നാൽ ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ അതേ സ്വഭാവം നമ്മളിലേക്ക് വരാതിരിക്കാനാണല്ലോ ജൂതന്മാരുടെ സ്വഭാവം. നമ്മൾ ജൂതന്മാരൊക്കെ ഇങ്ങനെ എതിർക്കുന്നിടത്ത് അല്ലെ, ഫലസ്തീനൊക്കെ പറയുമ്പോൾ, ഇസ്രായേലിന്റെ പേര് കേൾക്കുമ്പോൾ, പക്ഷെ നമ്മുടെ സ്വഭാവം മുഴുവൻ അതാണ്, നമ്മുടെ ചെയ്തികൾ അതാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ അതാണ്. നമ്മൾ പലപ്പോഴും അവര് എന്തൊരു വിഷയത്തിലാണ് ഖുർആൻ ശാസിച്ചത്, ആ ശാസനാ വിഷയം നമ്മുടെ ജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടാകും? നിങ്ങൾ ആലോചിച്ചു. ഞാനിത് ആരെ കുറ്റപ്പെടുത്തല്ല, ഞാൻ എന്നോട് ചോദിക്കണം. നമുക്ക് ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ലഅനത്തുള്ള എന്ന് പറയാൻ മാത്രം തോന്നുന്ന ആ ഒരു വൈകാരികത ഉണ്ടല്ലോ. എന്നിട്ട് അതേ ജൂതന്മാരുടെ സ്വഭാവമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, അതേ ജൂതന്മാരെ പോലെയാണ് നമ്മുടെയും നിലപാടുകളെങ്കിൽ, നമ്മുടെയും തീരുമാനങ്ങളും നിലപാടുകളും ആ നിലപാടുകൾക്കനുസരിച്ചിട്ടുള്ള നമ്മുടെയും ജീവിതം അങ്ങനെയാണെങ്കിൽ നമ്മൾ നഷ്ടകാര്യങ്ങളിൽ പെടാതെ പോകും. എനിക്കറിയില്ല, അങ്ങനൊരു വർഗീയതയുടെയും അങ്ങനെ ഒരു അസഭ്യത്തിന്റെയും വിചാരണയാണ് നാളെ പരലോകത്തുണ്ടാകാൻ പോകുന്നത്, അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താണോ അവർക്കുണ്ടായിരുന്ന ന്യൂനത, ആ ന്യൂനത നമ്മളിൽ ഉണ്ടാകൂല എന്ന് തീരുമാനിക്കാൻ, നമ്മളിലേക്ക് വരപ്പെടാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും സത്വരമായ എല്ലാ ജാഗ്രതയും നമുക്കുണ്ടാകണം. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബി പറയണേ, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യാ അയ്യുഹന്നാസ്, സമാധാനമായിട്ട് സ്വർഗത്തിൽ പോണ്ടേ, സമാധാനത്തിന്റെ വാക്ക് കേട്ട് സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ പോണ്ടേ. ജനങ്ങളെ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പോണോ? അഫ്ശുസ്സലാമ, പരസ്പരം നിങ്ങൾ സലാം പറയും. പരസ്പരം നിങ്ങൾ കാണുമ്പോൾ സലാമിനെ നിങ്ങളുടെ അഭിവാദ്യമായി സലാമിനെ നിങ്ങൾ വ്യാപിപ്പിച്ചു കൊള്ളുവിൻ. ചേർത്ത് പിടിക്കേണ്ട മിസ്കീനിനെ യതീമിനെയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിച്ച് അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്ക്. മൂന്നാമത് റസൂൽ പറഞ്ഞു, വസിലിൽ അർഹാമ, ചേർത്ത് പിടിക്കേണ്ട കുടുംബ ബന്ധങ്ങളെ മുഴുവൻ നിങ്ങൾ ചേർത്ത് പിടിക്കും. നാലാമത് റസൂൽ പറഞ്ഞു, വസല്ലു, നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കപ്പെടണം. എപ്പോൾ 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ചല്ല, വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാമിൻ, ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത്, ആളുകളെല്ലാവരും നിദ്രയിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കാരത്തിൽ വ്യാപൃതരായിക്കോ, പ്രാർത്ഥനയിൽ വ്യാപൃതരായിക്കോ. അള്ളാഹു റസൂൽ പറയണേ, തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഈ പറയപ്പെട്ട കാരണങ്ങൾ മതിയായതാണ്. 4 കാര്യങ്ങളാണ് റസൂൽ പറഞ്ഞത്. ഒന്ന്, കാണുമ്പോൾ സലാം പറയണം. 2, പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ ഭക്ഷണം ഊട്ടണം. 3, കുടുംബ ബന്ധങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കണം. 4, ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥന നിരതരാകണം. സമാധാനത്തോടു കൂടി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുവീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമുക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പോകണോ? ഇസ്ലാം പഠിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച്
ഏറ്റവും നല്ല രൂപത്തിൽ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ദുനിയാവിലും അതിനേക്കാൾ സമാധാനപരമായ ആ അള്ളാഹു തആല ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കും പോകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കുക. ആ നിലപാടുകളിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തന നിരതരാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിൻ്റെ ശരിയാവണ്ണം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാനാകട്ടെ. അതിനനുസൃതമായി കൊണ്ട് നമ്മുടെ അമലുകൾ കൃത്യപ്പെടുത്തുവാനുള്ള മഹാ സൗഭാഗ്യം നൽകി അള്ളാഹു തആല നമ്മളോട് പ്രത്യേകമായ കരുണ ചെയ്യുമാറാകട്ടെ. ഒരു വാക്ക്, ഒരു സംസാരം, ഒരു ഖുതുബ, ഒരു തസ്കിറ, ഒരു ഉത്ബോധനം ഒരു ചെവിയെ കേട്ട് മറു ചെവിയെ കടത്തിവിടുന്നവരാകാതെ അതിനെക്കുറിച്ച് നന്നായി ഫിക്ർ നടത്തി നന്നായി ചിന്തിച്ച് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി വിശ്വാസികളായവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ അരികിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വളരെ ചുരുങ്ങിയ ഒരു ജീവിതത്തിൻ്റെ ഉടമകളാണ് നമ്മൾ എന്ന തിരിച്ചറിവോടുകൂടി ഏറ്റവും നന്നായി അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള സന്നദ്ധത, അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ഖബറിടങ്ങൾ അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും സിഹത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പൊന്നോമന മക്കൾ അള്ളാഹു തആല ഈ ദീനിലേക്ക് ചേർത്ത് നിർത്തി അള്ളാഹു എപ്പോഴും നമ്മളോട് കരുണ ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് വലിയൊരു ആശ്വാസം, വലിയ സമാധാനം, വലിയൊരു മുതൽക്കൂട്ടായി നാളെ പാരത്രിക ലോകത്തേക്ക് നമ്മുടെ സന്താന തലമുറകളുടെ പ്രാർത്ഥനകൾ അള്ളാഹു തആല എത്തിച്ചു തരുമാറാകട്ടെ. എല്ലാ വിധത്തിലുമുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും, മോശമായ നിലപാടുകളിൽ നിന്നും, വാശിയേറിയ മറ്റ് എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും അകന്ന് സൽസ്വഭാവങ്ങളെ പൂർണ്ണമായും സ്വീകരിച്ച് ഏറ്റവും വലിയ കനം കിട്ടുന്ന സൽസ്വഭാവികളായി തീരുമാനങ്ങൾ എടുക്കുന്നവരായി, ബന്ധങ്ങൾ നിലനിർത്തുന്നവരായി, അങ്ങനെ ഏറ്റവും നല്ലൊരു മാതൃക ലോകത്തിൻ്റെ മുന്നിൽ മുസ്ലിങ്ങളാകുന്ന നമ്മളുടെ ജീവിതത്തിലൂടെ കാഴ്ചവെക്കുവാനുള്ള സൗഭാഗ്യം നൽകി അല്ലാഹു തആല നമ്മളെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വ അലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് عليك توكلنا وإليك ننيب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا الجنة يا رب العالمين ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم أحينا بالقرآن والسنة وأمتنا مع الإيمان والتوبة ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك وبفضلك يا أرحم الراحمين وصلى الله وسلم على نبينا